നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് കനത്ത പ്രതിസന്ധിയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ തന്നെയും സ്വദേശിയെന്നോ വിദേശിയെന്നോ യാതൊരു വേർതിരിവും കൂടാതെയാണ് നമ്മുടെ പ്രവാസികളെ പരിപാലിച്ചു പോരുന്നത്. പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ജോലിക്കൊത്ത് വേതനം നൽകുന്ന നമ്മുടെ പ്രവാസ ലോകം കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് വ്യക്തമാക്കുകയാണ് അധികൃതർ. കൊറോണ വ്യാപനം പ്രതിരോധിക്കുന്നതിനായി ഖത്തറിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ദീർഘകാലം തുടരേണ്ടി വരുമെന്ന് ദേശീയ പകർച്ചവ്യാധി നിയന്ത്രണ സമിതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കോവിഡിനെതിരായ വാക്സിൻ എല്ലാവർക്കും ലഭ്യമാവും വരെ ജീവിതശൈലിയിൽ ഇപ്പോൾ വരുത്തിയ മാറ്റം തുടരേണ്ടി വരുമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. വിസ്തൃതിയുടെയും ജനസംഖ്യയുടെയും കണക്കുകൾ നോക്കുമ്പോൾ ലോകത്തെ തന്നെ ചെറിയ രാജ്യമായ ഖത്തർ വികസനത്തിൽ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോൾ കൊറോണ മൂലം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയും കാരണമായ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പുള്ള ഖത്തറിന്റെ പഴയ അവസ്ഥയിലേക്ക് രാജ്യം ഉടൻ മടങ്ങി വരാൻ സാധ്യതയില്ലെന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. തന്നെ സമാനമായ അവസ്ഥ തന്നെയാണ് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും നേരിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഗൾഫ് നാടുകളിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 22,574 ഉയർന്നിരിക്കുകയാണ്. 149 പേർ ഇതിനോടകം തന്നെ മരിക്കുകയുണ്ടായി. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. 7,142 പേർക്കാണ് സൗദിയിൽ രോഗം ബാധിച്ചിട്ടുള്ളത്. UAEയിൽ 6,302 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. കോവിഡിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന് സഹായമായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനൊപ്പം തന്നെയാണ് എന്ന പദ്ധതിക്ക് ദുബായ് റെഡ് ക്രസന്റ് രൂപം നൽകുകയുണ്ടായി. കൊറോണ മൂലം ആശ്രയം നഷ്ടമായ കുടുംബങ്ങളെ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാനും താങ്ങും തണലുമാകാനും ആവശ്യമായ എല്ലാ സഹായങ്ങളും അധികൃതർ ഉറപ്പുവരുത്തുകയുണ്ടായി. ഇതേ തുടർന്ന് UAEയിൽ കൊറോണ മൂലം മരിച്ച പല ലോകരാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കുടുംബവുമായി ബന്ധപ്പെടാനും അവരുടെ കുടുംബ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. UAEയിലെ അണുനശീകരണ യജ്ഞം മെയ് 4 വരെ നീട്ടി. കുവൈറ്റിൽ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. 1000-ഓളം ഇന്ത്യക്കാർക്ക് ഇതിനോടകം തന്നെ രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.